എല്ലാ തവണയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വമ്പൻ ട്രാൻസ്ഫറുമായിട്ട് ഞെട്ടിക്കുന്നത് സ്വാഭാവികമായിട്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി അത്തരത്തിലൊരു കൊൽക്കത്ത ഫ്രാഞ്ചൈസി ആയിരിക്കും. പക്ഷേ ഇത്തവണ ഞെട്ടിക്കാൻ പോകുന്നത് ചെന്നൈ എഫ് സി ആണ്. പണ്ട് അവർ കൊളംബിയൻ താരമായിട്ടുള്ള ജോൺ സ്റ്റീവൻ മെൻഡോസയെ കൊണ്ടുവന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ചതിന് ശേഷം ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് ചില്ലറക്കാരനെ അല്ല, പ്രൈം ബാഴ്സലോണയിൽ കളിച്ച ഒരു കിടിലൻ താരത്തിനെയാണ്. മാർക്ക് ആന്റോണ എന്ന് പറയുന്ന അവരുടെ മുന്നേറ്റ നിര താരത്തിനെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. പുള്ളി ബാഴ്സലോണയുടെ ബി ടീമിലും ബാഴ്സലോണയുടെ മെയിൻ ടീമിലും എല്ലാം കളിച്ചിട്ടുള്ള താരമാണ്. 2016 ബാഴ്സലോണയുടെ സ്കൂളിൽ ഉൾപ്പെട്ടിരുന്ന താരമാണ് നമ്മുടെ കന്റോണ. കന്റോണ അല്ല, കാർഡോണ, പറയുമ്പോൾ തെറ്റിപ്പോകുന്നതാണ് കേട്ടോ. ആളിൻ്റെ ഒരു മാർക്ക് കാർഡോണ റോവറ എന്ന സ്പാനിഷ് താരത്തിൻ്റെ ഒരു കരിയർ ഹിസ്റ്ററി പറയാനാണെങ്കിൽ പുള്ളി കളിച്ചിട്ടുള്ള ക്ലബ്ബുകളെല്ലാം കിടിലമാണ്. സാൽക്കിനോയുടെ അക്കാദമിയിൽ കൂടി കളി പഠിച്ചു വന്ന അദ്ദേഹം പിന്നീട് ബാഴ്സലോണയുടെ ബി ടീമിൽ വരുന്നു. അവിടെ 54 മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകൾ നേടിയ ശേഷം മെയിൻ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുന്നു. പിന്നീട് അദ്ദേഹം സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള ഐബറിലേക്ക്, ലാലിഗ ക്ലബ്ബ്, നമ്മൾ മെസ്സിയെ പലപ്പോഴും ഐബർ മർദ്ദകൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കില്ലേ, ആ ഐബറിലേക്ക് പുള്ളി പോകുന്നു. ഐബറിൽ നിന്ന് മറ്റൊരു സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള ഒസാസുനയിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹം മയോർക്കയിലേക്ക് പോകുന്നു. മയോർക്ക പോയതിനു ശേഷം അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ഈഗിൾസിലേക്ക് പോകുന്നു, ഗോഹിറ്റ് ഈഗിൾസിലേക്ക്. അതിനുശേഷം അദ്ദേഹം ലാപാൽമാസിലേക്കും ഏറ്റവും ഒടുവിൽ അണ്ടോറയിലേക്കും എത്തിയിരിക്കുകയാണ്. അണ്ടോറ അത്ര വലിയ ലീഗൊന്നും അല്ലെങ്കിൽ പോലും അണ്ടോറയിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്ര വലിയ ലീഗ് ക്ലബ്ബൊന്നും അല്ലെങ്കിലും അണ്ടോറയ്ക്ക് ശേഷം അദ്ദേഹം ദാണ്ട വരാൻ പോകുന്നത് ചെന്നൈയിൻ എഫ് സിയിലേക്കാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് ഇത്ര ഫേമസ് ആവുമെന്ന് വെച്ചാൽ കാറ്റലോണിയൻ ടീമിനെ പ്രതിനിധീകരിച്ച് കളിച്ചിട്ടുള്ള താരമാണ്. അപ്പം ബാഴ്സലോണയുടെയും കാറ്റലോണിയയുടെയും എല്ലാം വീര്യം സിരകളിൽ പേറുന്ന പ്രതിഭാധനനായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ ചെന്നൈയിൻ എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുമ്പം ഇത്തവണ ചെന്നൈയെ എല്ലാവരും ഭയക്കണം എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണത്.